നമസ്കാരം. രഞ്ജിറ്റ്സ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ച പരീക്ഷയിലെ ഒരു ചോദ്യവും, അടുത്തത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ ചോദിച്ച പരീക്ഷയിലെ ഒരു ചോദ്യവും. ഈ 2 ചോദ്യങ്ങളും ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ സിനാരിയോ ഡാഷ് ഡ്രമാറ്റിക്കലി ടുഡേ. വി ഹാവ് ദ ഡാഷ് ഓഫ് പവർഫുൾ ഇന്റർനെറ്റ് monopolies that are much bigger dash the telcos. Not surprisingly, these companies now see the dash of monopoly. They would like to combine with telcos to create monopolies for their platforms, ensuring that they control the future of the internet and freeze their competition dash. ഇതെന്ന് പറയുന്നത് SSC CHSL 2017 ചോദിച്ച ചോദ്യമാണ്. അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കുക. ദ സിനാരിയോ ഡാഷ് ഡ്രമാറ്റിക്കലി ടുഡേ. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു വെർബ് ഫോമാണ് വരേണ്ടത്. കാരണം ദ സിനാരിയോ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, അതിനുശേഷം പിന്നെ വെർബാണ് വരേണ്ടത്. എന്തിനെ ആശ്രയിച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചാൽ ടുഡേ എന്നാണ് ടൈമിംഗ് വേർഡ്. ടുഡേ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡിൽ ഏത് ടെൻസ് നമ്മൾ പരിഗണിക്കാവൂ? പ്രസന്റ് ടെൻസുകളെ പരിഗണിക്കാവൂ. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ചേഞ്ച്, ഹാഡ് ചേഞ്ച്, ഹാസ് ചേഞ്ച്, ചേഞ്ച്. ഇതിനകത്ത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതാണ്, ഹാസ് ചേഞ്ച്ഡാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. വി ഹാവ് ദ ഡാഷ് ഓഫ് പവർഫുൾ ഇന്റർനെറ്റ് monopolies എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് വായിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. We have the dash of powerful internet monopolies. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് പവർഫുൾ ഇന്റർനെറ്റ് മോണോപ്പൊളീസിന്റെ വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എമർജിങ് ആണോ, എമർജ് ആണോ, എമർജൻസ് ആണോ, എമർജൻസി ആണോ? ഏതായിരിക്കും? എമർജൻസ് ആണ്. അതാണ് എമർജൻസ്. ഇവിടെ എളുപ്പ വഴിയുണ്ട്. നമ്മളിതുപോലെ ഡാഷിന് ശേഷം ഓഫ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നൗൺ ഫോം ആണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നൗൺ ഫോംസ് ഉണ്ടോ നോക്കുമ്പോൾ ഇതൊരു നൗൺ ഫോം ആണ്, അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത്. ഇതും നൗൺ ഫോം ആണ്, എമർജൻസി. നമ്മൾ മനസ്സിലാക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എമർജൻസി എന്ന് വെച്ചാൽ എന്താ? അത്യാഹിതമായിട്ടുള്ള കാര്യത്തെ നമ്മൾ പറയുന്നത്, അത്യാഹിതത്തെക്കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എമർജൻസി തട്ടാം. പിന്നെ എന്താ ഉള്ളത്? എമർജൻസി ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനി എന്താ പറയുന്നത്? ബിഗ്ഗർ ഡാഷ് ദ ടെലിക്കോസ്. ഇപ്പൊ ബിഗ്ഗർ എന്ന് പറയുമ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം നമ്മൾ എന്താ എഴുതുന്നത്? ദാൻ ആണ് ഇത്. ഇതാണ് ദാൻ, ബിഗ്ഗർ ദാൻ. അപ്പം ദാൻ ആണ് ഇവിടെ ആൻസർ. നോട്ട് സർപ്രൈസിംഗ്ലി ദീസ് കമ്പനീസ് നൗ സീ ദ ഡാഷ് ഓഫ് മൊനോപ്പൊളി. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കമ്പനീസ് ഇപ്പോൾ എന്താണ് അവർ നോക്കുന്നത്? ഈ പറയപ്പെടുന്ന കുത്തകയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് അവർ നോക്കിക്കാണുന്നത്. ഇപ്പൊ ഗുണങ്ങൾ അല്ലെങ്കിൽ നന്മകൾ എന്നാണ് വരേണ്ടത്. അപ്പം അങ്ങനെ അർത്ഥം നൽകുന്ന ഏതാണ്? ഈ വെർച്യൂസ് ആണ്. ഇതാണ് വെർച്യൂസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത സെന്റൻസ്, ദേ വുഡ് ലൈക്ക് ടു കമ്പൈൻ വിത്ത് ടെൽക്കോസ്. അവരിപ്പോൾ എന്താ ആഗ്രഹിക്കുന്നു? ടെൽക്കോസുമായിട്ട് കമ്പൈൻ ആവാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി ടു ക്രിയേറ്റ് മൊണോപ്പൊളീസ് ഫോർ ദർ പ്ലാറ്റ്ഫോംസ്. അവരുടെ പ്ലാറ്റ്ഫോംസിന് വേണ്ടി മൊണോപ്പൊളി ഉണ്ടാക്കുവാൻ വേണ്ടി ഉറപ്പുവരുത്തിക്കൊണ്ട്, എൻഷറിങ് ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത്? ദാറ്റ് ദേ കൺട്രോൾ ദ ഫ്യൂച്ചർ ഓഫ് ദ ഇന്റർനെറ്റ്. അവർക്ക് ഈ പറയുന്ന ഫ്യൂച്ചറിൽ അവർക്ക് ഇന്റർനെറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പാക്കിക്കൊണ്ടും ആൻഡ് ഫ്രീസ് ദർ കോമ്പറ്റീഷൻ ഡാഷ്. അവരുടെ പരസ്പരം അവർ തമ്മിലുള്ള പരസ്പരമുള്ള എന്ന മത്സരം, അവരുടെ ഫീൽഡിലുള്ള മത്സരങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഇവരുമായിട്ട് കമ്പൈൻ ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ലാതാക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഫ്രീസ് എന്ന് പറയുന്ന വെർബ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെർബിന് ശേഷം നമ്മളൊരു പ്രിപ്പോസിഷൻ എഴുതുമ്പോൾ അത് സ്വാഭാവികമായും എന്തായി മാറും? ഫ്രേസൽ വെർബായി മാറും. അപ്പോൾ ഇത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഒഴിവാക്കുക, തടയുക എന്നൊരർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഫ്രീസിനോട് കൂടി നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? അതേ അർത്ഥം കിട്ടുവാൻ വേണ്ടി ഫ്രീസിനോട് നമ്മൾ ഔട്ട് ആണ് ചേർക്കേണ്ടത്. എന്താണ്? ഔട്ട്. അപ്പോൾ ഫ്രീസ് ഔട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കുക. ഡെമോക്രസി ഷുഡ് ഡാഷ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. It should also aim
at the dash good of the greatest dash. The opposition party should dash the wrong plans, policies and decisions of the government in power. The government should cater to the dash needs of the people to make its position solid. ഇതെന്ന് പറയുന്നത് SSC CGL 2017 ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് ചെറിയ ഹിൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഡെമോക്രസിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഡെമോക്രസിയിൽ വ്യക്തികൾക്ക് ആ വ്യക്തികൾ എങ്ങനെ ആയിരിക്കണം, അവർക്ക് എന്തൊക്കെയാണ് അവർ കിട്ടേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെമോക്രസിയിൽ ഒപ്പോസിഷൻ പാർട്ടിക്ക് ഉണ്ടാവേണ്ട റോൾ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. നോക്കുക, ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഡെമോക്രസി ഷുഡ് ഡാഷ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ വ്യക്തിയുടെ ഡിഗ്നിറ്റിയെ ഡെമോക്രസി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഷുഡ് എന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ള രീതി കിട്ടാൻ വേണ്ടിയാണ്. കമാൻഡിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഷുഡ് എന്ന് പറയുന്നത് ഒരു മോഡൽ ആക്സറി ആണ്. അതുകൊണ്ട് തന്നെ മോഡൽ ആക്സറിക്ക് ശേഷം ഇവിടെ ഒരു വെർബാണല്ലോ വരണ്ടേ, പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ വെർബിൻ്റെ V1 ഫോം ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത്, അതായത് ഫസ്റ്റ് 1 എന്ന് കൊടുത്തിരിക്കുന്നതിനകത്ത് ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ V1 ഫോമിലുള്ള വെർബുകളാണോ എല്ലാം നമ്മളത് നോക്കുമ്പോൾ ബിൽറ്റ്, എൻഷുർ, കീപ്, സപ്പോർട്ട്. ഇതിൽ ബിൽറ്റ് എന്ന് പറയുന്നത് എന്തല്ല, V1 അല്ല, അത് V2 ഫോമാണ്. എന്തിൻ്റെ? ബിൽഡ് എന്ന് പറയുന്ന വെർബിൻ്റെ V2 ഫോമാണ് ബിൽറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ കീപ്പ് ഉണ്ട്, എൻഷുർ ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. കീപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കരുതുക അല്ലെങ്കിൽ പരിപാലിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെയാണ് കീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഷുർ എന്ന് വെച്ചാൽ എന്താ? ഉറപ്പാക്കുക എന്നർത്ഥമില്ല. സപ്പോർട്ട്, പിന്തുണയ്ക്കുക. അപ്പം ഇവിടെ എന്തായിരിക്കും വരിക? ഏതർത്ഥമായിരിക്കും വരേണ്ടത്? ഡിഗ്നിറ്റി, ഉറപ്പാക്കുക എന്നാണ്. അപ്പം അങ്ങനെ ഇവിടെ എൻഷുർ ആണ് കറക്റ്റായി വരിക. ഓക്കെ, അപ്പം ഡെമോക്രസി ഷുഡ് എൻഷുർ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. വ്യക്തികളുടെ ഡിഗ്നിറ്റിയെ എന്തുറപ്പാക്കണം? ഡെമോക്രസി ഉറപ്പാക്കണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം. രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇറ്റ് ഷുഡ് ആൾസോ എയിം അറ്റ് ദ ഡാഷ് ഗുഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡാഷ്. അതെന്തിനും കൂടെ ലക്ഷ്യമാക്കണം എന്നാണ് പറയുന്നത് ഡെമോക്രസി. ദ ഡാഷ് ഗുഡ്. ഗുഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം നന്മ. അതെന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റിയാണ്, ഒരു അബ്സ്ട്രാക്ട് നൗണാണ് ഗുഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ദ എന്ന് പറയുമ്പോൾ ദായ്ക്ക് ശേഷം നമ്മൾ ഒരു അഡ്ജക്റ്റീവാണ് എഴുതേണ്ടതെങ്കിൽ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ ഓപ്ഷനിലേക്ക് വരിക, നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ്, സ്മോളസ്റ്റ്, ലാർജസ്റ്റ്, ഹെവിയസ്റ്റ്, ഇതെല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യം, ഗുഡ്, ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്മോളസ്റ്റ് ഉപയോഗിക്കുമോ, ഹെവിയസ്റ്റ് ഉപയോഗിക്കുമോ, ലാർജസ്റ്റ് ഉപയോഗിക്കുമോ, ഗ്രേറ്റസ്റ്റ് ഉപയോഗിക്കുമോ? ഇവിടെ നന്മയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് നമുക്ക് പറയുന്നത്. ഏറ്റവും വലുതെന്ന രീതിയിലാണ് അർത്ഥം വരേണ്ടത്. അങ്ങനെയാണ് നമുക്ക് സ്മാളസ്റ്റിനെ ഒഴിവാക്കാം. ഇനിയുള്ളത് ഗ്രേറ്റസ്റ്റ്, ലാർജസ്റ്റ്, ഹെവിയസ്റ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഗ്രേറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. ആണ് ഗ്രേറ്റസ്റ്റ്. ഓക്കെ, അപ്പം എ ആണ് കറക്റ്റ് ആൻസർ. ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡാഷ്. എന്തിൻ്റെ? ഏറ്റവും വിപുലമായ, ഏറ്റവും വലിയ ജനസംഖ്യയിലുള്ള ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ലക്ഷ്യം വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു രാജ്യത്തിലെ ജനതയെക്കുറിച്ചാണ് പറയുന്നത്, ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ എണ്ണത്തെ സൂചിപ്പിക്കാൻ നമുക്കിവിടെ നമ്പറാണോ ഡിജിറ്റാണോ? നമ്മൾ പീപ്പിളും ഇൻഡിവിജ്വലും ഇവിടെ വേണ്ട. ഗ്രേറ്റസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മഹത്തരമായ ജനതയായി പോകും. അവിടെ ജനങ്ങളുടെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ആ എണ്ണത്തെയാണ് അവിടെ എടുത്ത് പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. ആ ഒരു എണ്ണത്തെ, ഒരു രാജ്യത്തിൻ്റെ എണ്ണത്തെയാണ്, ജനങ്ങളുടെ എണ്ണത്തെയാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്പറാണ് വരേണ്ടത്. അതാണ് നമ്പർ. ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താ? അക്കം എന്നർത്ഥം, അതല്ല നമ്പർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നാണ് പറയേണ്ടത്. പിന്നെന്ത് വേണം? ദ ഒപ്പോസിഷൻ പാർട്ടി ഷുഡ് ഡാഷ് ദ റോങ് പ്ലാൻസ്. ഒപ്പോസിഷൻ പാർട്ടി എന്ത് ചെയ്യണം? റോങ് പ്ലാൻസ്, പോളിസീസ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് പവർ.
അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ പദ്ധതികളെയും നയങ്ങളെയും തീരുമാനങ്ങളെയും എതിർക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുക, റിലൈ ഓൺ എഗൻസ്റ്റ് സപ്പോർട്ട് ഒപ്പോസ്. ഇവിടെ എതിർക്കുക എന്നർത്ഥം ഏതാണ്? ഒപ്പോസ് ആണ്, ഒപ്പോസ്. ഇനി അടുത്തത്, ദ ഗവൺമെന്റ് ഷുഡ് കേറ്റർ ടു ദ ഡാഷ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ടു മേക്ക് ഇറ്റ്സ് പൊസിഷൻ സോളിഡ്. അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്ത് ചെയ്യണം? കേറ്റർ ചെയ്യണം. എന്തിനെ? നീഡ്സ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യസന്ധമായിട്ടുള്ള ആവശ്യങ്ങളെ. അങ്ങനെയാകുമ്പോൾ ഇവിടെ ജെന്യുവൻ ആയിരിക്കുമോ, മിയർ ആയിരിക്കുമോ, ഇമോഷണൽ ആയിരിക്കുമോ, ലക്ഷറിയസ് ആയിരിക്കും? ഏതായിരിക്കും? ജെന്യുവൻ ആയിരിക്കും. സത്യസന്ധമായിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള, ശരിയായിട്ടുള്ള എന്നൊക്കെ അർത്ഥമില്ല. ജെന്യുവൻ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ടു മേക്ക് ഇറ്റ്സ് പൊസിഷൻ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇത് ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചൊരു ഹിന്റ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തണം. ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?